അക്ഷരങ്ങൾ ദൈവികമാക്കിയ ജന്മം. 84-ലും രാമായണത്തെ ശ്വാസമാക്കിയ പൊൻപുലാവിൽ ഗോപാലൻ നായരുടെ ജീവിതഗാഥ. ഏതൊരു മനുഷ്യന്റെയും ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ വർഷങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ ചില ജീവിതങ്ങൾ മാത്രം കാലത്തെ അതിജീവിച്ച് കൂടുതൽ തെളിച്ചമുള്ളതായി മാറും. അത്തരത്തിലൊന്നാണ് ശ്രീനിധിയിൽ പൊൻപുലാവിൽ ഗോപാലൻ നായർ എന്ന 84-കാരന്റെ ജീവിതം. വാർദ്ധക്യത്തിന്റെ തളർച്ചകൾ ഏതുമില്ലാതെ ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ മുഖത്ത് തങ്ങി നിൽക്കുന്ന ആത്മീയ തേജസ്സിനും മനസ്സിലെ അടങ്ങാത്ത ഉന്മേഷത്തിനും പിന്നിൽ ഒരേ ഒരു രഹസ്യമേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ തുടങ്ങിയ തടസ്സമില്ലാത്ത രാമായണ പാരായണം. ദുഃഖമധ്യേ സുഖമായും വരം പിന്നെ ദുഃഖം സുഖമധ്യസുഖമായും വരം കഞ്ചമന്യോന്യ സംയുക്തമായ വനം ഉണ്ടു ജലപങ്കെന്ന പോലെ സഖേ ആകയാൽ വിദ്വജ്ജനം ശോകകർഷങ്ങൾ കൂടാതെ വധിക്കുന്നു. ഇഷ്ടമായുള്ളതൂ തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതൂ തന്നെ വരുമ്പോഴും ദുഷ്ടാത്മന പരുകുന്നു ബുധജനം നൃത്തമെല്ലാം മഹാമായേ ദിവാവന ആവത്തോടാതെ രക്ഷാരിവല്ലവേ ഗംഗേ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിരിക്കവേ സത്വരം പാലകൂലം ഗമിച്ചിരുന്നാർ തോഴിയെഴുന്നു താഴക്കിറങ്ങിയവൻ താണു തൊഴുകേക്ഷിച്ചാൻ മനോഗതം കൂടെ പിടകൊൾ പതിനടിയെന്ന മുറ ആടകൂടാതെ അരുത്യ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവെന്നല്ലായകൾ ഏതാങ്കി ബിംബാനനാ ജഗദീപതേ വിപിനത്ത് വസിച്ചു വരുവൻ വിധവിൽ ഞാൻ ചിത്തേ വിജാതമൊഴിഞ്ഞു വാണീരുതേ സത്യവിരോധം വരാമപാരിതം ഇത്തരം ഓരോവിധം അരുളി ചെയ്തു ചിത്തമോദേന ഗാഢാസർവം ചെയ്തു ഭക്തരെ പോകെന്നയത്തൂരഭൂതവൻ ഭക്യാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു. അക്ഷരങ്ങളെ ആദരിക്കാനും പുരാണങ്ങളെ നെഞ്ചോട് ചേർക്കാനും ഗോപാലൻ നായർ പഠിച്ചത് സ്വന്തം അച്ഛനിൽ നിന്നാണ്. അന്ന് രാമായണ പാരായണം കേൾക്കാൻ അയൽപക്കത്തെ മുത്തശ്ശിമാർ വീട്ടിലെത്തുമായിരുന്നു. അവരൊക്കെയുള്ളപ്പോൾ വായനയിൽ തെറ്റുവന്നാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ്. അടികിട്ടി കണ്ണു നിറയുമ്പോൾ പേജിലെ അക്ഷരങ്ങൾ മങ്ങിപ്പോകും. അന്നത്തെ ആ പേടിയും ശിക്ഷണവുമാണ് എന്നെ രാമായണത്തിന്റെ അന്തസത്ത തൊട്ടറിയാൻ പ്രാപ്തനാക്കിയത്. എന്റെ ഗുരു എന്നും എന്റെ അച്ഛൻ തന്നെയാണ്, അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഈ രാമായണം എനിക്ക് ആദ്യം തന്നെ വായിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനായിട്ടുള്ള അച്യുതൻ നായർ ആണ്. അച്ഛൻ്റെ പേര്. അവര് 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വായന തുടങ്ങിയത്. അവരാണ് അത് വായിക്കാൻ പഠിപ്പിച്ചു തന്നത്. പഠിപ്പിക്കുമ്പോൾ അവർക്ക് എഴുതാനോ വായിക്കാനൊന്നും അറിയില്ല. വായിക്കാൻ അറിയും, എഴുതാൻ അറിയില്ല. നല്ലോണം എവിടെയെങ്കിലും അക്ഷരം തെറ്റി വന്നാൽ അത് ശരിക്ക് നോക്കി കണക്കായിട്ട് എന്താ ചെയ്തെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അത് രാത്രി സമയത്ത് ആണ് വൈകുന്നേരം രാത്രി 8 മണിയാകുമ്പോഴേക്ക് ശേഷം വായിക്കാൻ തയ്യാറായിരുന്നു. അത് കുറച്ചു നേരം വായിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഭക്ഷണം കിട്ടും. അങ്ങനെ സമ്പ്രദായം. അത് വായിക്കാൻ തുടങ്ങിയ പകലാണത്തെ ശനി ഞായർ സ്കൂളിൽ ഒഴിവുള്ള ദിവസം. ആ ഒഴിവ് ദിവസങ്ങളിൽ അടുത്ത് 2 മുത്തശ്ശിമാരുണ്ട്. അത് കേൾക്കാൻ വരും. കേൾക്കാൻ വന്നാൽ അന്ന് തല്ല് ഉറപ്പായി. കാരണം എന്താ, അക്ഷരം തെറ്റി ഒരു തെറ്റി വന്നാൽ അക്ഷരം തല്ലുകൊണ്ട് ഈ കണ്ണിലൊക്കെ വെള്ളം വന്നാൽ ഒരക്ഷരം 2 അക്ഷരം 4 അക്ഷരമായിട്ട് തോന്നും. അപ്പൊ കൂടുതൽ തെറ്റായി. അപ്പൊ എങ്ങനെയും അതൊക്കെ ആ ഒരു പുണ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഈ ജീവിതത്തിലെ ഭക്തിയുടെ പൂർണ്ണ രൂപം അവിടുന്ന് കിട്ടിയതാണ്. അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാറ്റിലും പോകാനും വായിക്കാനും ഒക്കെ തരായത്. അനവധി ക്ഷേത്രങ്ങൾ പോയി 10 തീർത്ഥാണ് ആദ്യം വായിക്കുന്നത്. ലാഭത്തിന്റെ അടുത്ത് പോലെ ഞാൻ അവിടെ 40 കൊല്ലം നിത്യം ഭജന പാടിയ ആളാണ്. നിത്യേന ഭജന പാടി. രാമായണത്തിന് പുറമെ ഭാഗവതം, കിളിപ്പാട്ടും മൂലവും, നാരായണീയം, മഹാഭാരതം തുടങ്ങിയ പുരാണ ഗ്രന്ഥങ്ങളും ഇന്നും അദ്ദേഹം മുടക്കമില്ലാതെ വായിക്കുന്നു. ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത ആ വിശാല മനസ്സും രാമായണം പകർന്നു നൽകിയ ആത്മവിശുദ്ധി തന്നെയാണ്. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായിരുന്ന കാലത്തും
പുലാപ്പറ്റ പത്തീശ്വരം ശിവക്ഷേത്രം, താണാവ് ചന്ദനഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചപ്പോഴും ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാമായണ പാരായണവും നാമജപവും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ഒരു ദിവസം പോലും ഈ പതിവ് തെറ്റിയിട്ടില്ല. പുലർച്ചെ 3 മണിക്ക് യാത്ര പോകണമെങ്കിൽ പോലും രാത്രി 11 മണിക്കും 12 മണിക്കും ഉണർന്ന് നിത്യകർമ്മങ്ങൾക്കൊപ്പം രാമായണ പാരായണവും കഴിഞ്ഞ് അദ്ദേഹം പടിയിറങ്ങാറുള്ളൂ. പാരായണം മാത്രമല്ല, പത്തീശ്വരം ക്ഷേത്രത്തിലെ സന്ധ്യാഭജനകളിലും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് 24 മണിക്കൂർ ജലപാനം പോലുമില്ലാതെ അഖണ്ഡ നാമജപ യജ്ഞത്തിലും അദ്ദേഹം സജീവമായിരുന്നു. അനവധി ആൾക്കാരുണ്ടാവും, എല്ലാം ഭജന പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒന്നാമത്തെ സാമ്പത്തിക ശിവ, രണ്ടാമത്തെ ചന്ദ്രശേഖര സ്തോത്രം, മൂന്നാമത് ഹരഹര സംഭവം ഞാൻ പാടണം എന്നാണ് നമ്മുടെ കാരണവരുടെ അഭിപ്രായം. ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ, ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ, ജയ ജയ ശംഭോ ഗൗരീശ, തുംഗജടാകര ഗൗരീശ, പുംഗവവാഹന ഗൗരീശ, തുംഗജടാകര പുംഗവവാഹന ഗംഗാധരകര ഗൗരീശ, ദക്ഷമഗാഭക ഗൗരീശ, ശിക്ഷിത മന്മദ ഗൗരീശ, ദക്ഷമഗാഭക ശിക്ഷിത മന്മദ ഭിക്ഷാടന പര ഗൗരീശ. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പ്ലാപ്പറ്റയിലെ പത്തീശ്വരം ക്ഷേത്രത്തിലാണ് ഇത് തുടങ്ങി വെച്ചത് രാമായണം. പിന്നെ അതിന് ശേഷം പല ക്ഷേത്രങ്ങളിലും തിരുവില്ലാമല, പൂതന്നൂര്, കന്യാകുമാരി, കൊല്ലം, ആലുവ, പൂന എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ രാമായണം വായിക്കേണ്ടായി. അത് മാത്രമല്ല, രാമായണത്തിന് മുമ്പേ ഈ ഭാഗവതം, കിളിപ്പാട്ട് ഒരു ഭാഗമുണ്ട്, അത് വായിച്ചിരുന്നു. അതിന് പുറമെ സംസ്കൃതം, മലയാളത്തിലും സംസ്കൃതം അത് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി വായിച്ചിട്ടുണ്ട്. പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലും, ഈ കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും പോയിട്ട് ഈ ദേവി ഭാഗവതം ഒരു ആചാര്യന്റെ കൂടെ വായിക്കാൻ പോയിട്ടുണ്ട്. അത് കന്യാകുമാരി, മറ്റേ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, കേരളത്തിന്റെ അകത്തും പുറത്തും ഈ രാമായണം വായിക്കാൻ പറ്റും. മാത്രമല്ല, ഭാഗവതം, ഈ സംസ്കൃതത്തിലുള്ള ഭാഗവതം ഒരു ബാലകൃഷ്ണ സാരവാടി പറഞ്ഞു അയാളുടെ കൂടെയാണ് ഭാഗവതം വായിക്കാറുള്ളൂ. അത് ഈ റിട്ടയർമെന്റ് ശേഷമാണ് ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പേ മലയാളം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറ രാമായണത്തെ കാണുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചില ആകുലതകളുണ്ട്. വെറും മത്സരങ്ങളിൽ സമ്മാനം നേടാൻ വേണ്ടി മാത്രമായി രാമായണം പഠിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അതിനേക്കാൾ പ്രാധാന്യം ആ പുണ്യഗ്രന്ഥം പകർന്നു നൽകുന്ന ജീവിത മൂല്യങ്ങളും ബന്ധങ്ങളുടെ ഊഷ്മളതയും തിരിച്ചറിയുകയാണ്. അച്ഛന്റെ വാക്ക് ശിരസാവഹിച്ച ശ്രീരാമനും സഹോദര സ്നേഹത്തിന്റെ നിസ്വാർത്ഥ രൂപമായ ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനുമൊക്കെ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ തലമുറ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് വായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്താ കാര്യങ്ങൾക്കോ ഗുരുവായൂർ പോയി നോക്കാനോ എന്തിനു പോവുകയാണെന്നാലും എന്റെ വീട്ടിലത്തെ നിത്യകർമ്മങ്ങൾ ചെയ്തിട്ട് ശേഷം 2 മണിക്ക് പോകണത് 11 മണിക്ക് എണീക്കും. 3 മണിക്കാണ് എണീക്കാത്താൽ ഒരു 2 മണിക്കാണ് എണീച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകാറുള്ളൂ, പതിവുള്ളൂ. അതങ്ങനെ ഒരു സമ്പ്രദായമാണ്. അത് എവിടേക്കും വേണ്ടാലും വല്ല ഗുരുവായൂരിക്ക് വല്ല ജോലിക്ക് വേണ്ടാലും വല്ല വീട്ടിലത്തെ വായനയും ഭജനയൊക്കെ കഴിഞ്ഞിട്ടാണ് എവിടെയും പോകും. അങ്ങനെ പഴയ കാലത്ത് വായന വീട്ടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വീട്ടുകളിലും ഉണ്ടാവും. അവരുടെ അച്ഛനോ അല്ലെങ്കിൽ മുസലി ആരെങ്കിലും അവർ വായിക്കുകയല്ല, അതുകൊണ്ട് സ്ഥിരമായിട്ട് വായിക്കുക. പഴയ വീട്ടുകളിൽ ചില വീട്ടുകളിൽ സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ടാവും. ചിലവരിപ്പോ കർക്കിടകത്തിൽ മാത്രം വായിക്കാവുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ. മുമ്പേ അങ്ങനെയല്ല, എല്ലാ വീട്ടുകളിലും, ശിവക്കാലം എല്ലാ വീട്ടുകളിലും വയസ്സായ ആൾക്കാരുണ്ടോ അവർ രാമായണം വായിച്ചിട്ട് ഭക്ഷണം കൊടുത്തിരുന്നുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോൾ കർക്കിടകത്തിൽ മാത്രമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മുമ്പേ പറയാതിന് കർക്കിടകത്തിലും വായിക്കണം എന്നാണ് പറയുക. ഇപ്പൊ കർക്കിടകത്തിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു സമ്പ്രദായം. ഇപ്പൊ ഈ കർക്കിടക മാസത്തിൽ ഈ വായനയുണ്ടല്ലോ, അത് മത്സരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വായിക്കും. അത് കുറച്ചു നേരം വായിക്കുക, അത് കഴിഞ്ഞാൽ അത് വിട്ടുവെച്ചു. പിന്നത്തെ കർക്കിടകത്തിലോ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും മത്സരം കളിച്ചാൽ അപ്പോഴേ അത് എടുക്കൂ പുസ്തകം.
സ്ഥിരമായിട്ട് ആരും വായിക്കില്ല. അത് ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ദിവസേന വായിക്കണം വേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ എനിക്ക് 84 വയസ്സായി. ഇപ്പോഴും ഞാൻ ഈ നാമജപം, വായന ഇതൊന്നും മുടക്കാതെ കണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടേക്കെങ്കിലും പോകേണ്ടത് നേരത്തെ പറഞ്ഞ മാതിരി രാവിലെ 4 മണിക്ക് എണീച്ചാൽ പോകണം എന്ന് വിചാരിക്കുക, എന്നാൽ 2 മണിക്ക് എണീച്ചിട്ട് ഇറങ്ങും. ഇപ്പോഴും അതേ ചിട്ട എനിക്ക് ഇതേവരെ ഒരു അസുഖങ്ങളും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതേവരെ ഒരു സൂക്കിന് വന്നിട്ടില്ല, ആത്മഹത്യ കിടക്കേണ്ട യോഗവും വന്നിട്ടില്ല. ഇപ്പോഴും രാവിലെ എണീച്ച് ഇവിടെ തൊട്ട അമ്പലങ്ങളിൽ 2 അമ്പലങ്ങളുണ്ട്. വടകരാമൂസിന്റെ പിന്നെ മാങ്ങോട്ട് അമ്പലത്തിലുണ്ട്. ഈ 2 അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വായിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ടത് അതിന്റെ മുമ്പേ വായിച്ചിട്ടേ പോകും. അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമാണ്. അത് കഴിഞ്ഞാൽ ഭാഗവതം, പിന്നെ കിളിപ്പാട്ട്, ദേവി ഭാഗവതം ഇതൊക്കെ ഉച്ചവരെ വായിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിലായി. ഉറക്കം പിന്നെ ആദ്യ തിളക്കം ബാക്കി വിട്ട് 1 മാസത്തില് പിന്നെ ശ്രീമദ് ഭാഗവതം 1 മാസം കൊണ്ട് നിൽക്കും. അതുപോലെ നാരായണീയം 1 മാസം കൊണ്ട് നിൽക്കും. ദേവി ഭാഗവതം 6 മാസം കൊണ്ട് നിൽക്കും. ശ്രീമദ് ഭാഗവതം 8 മാസം വേണം. അതൊക്കെ കണക്കാക്കിയിട്ടാണ് വായിക്കല്. അത് തുടർച്ചയായിട്ട് രാമായണം 3 മാസം, രാമായണം വായിക്കാൻ 3 മാസം വേണം. അത് തുടർച്ചയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാമായണം വായന തുടങ്ങി വെച്ചത് മിക്ക ക്ഷേത്രങ്ങളിലും, പ്ലാപ്പറ്റയിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഞാനാണ് രാമായണം തുടങ്ങി വെച്ചത്. ഇപ്പോഴും അവര് അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തർക്കത്തിൽ മാത്രം. അല്ലാത്ത ദിവസങ്ങളും വായിക്കലില്ല. അതുപോലെ എന്റെ വായന കൊണ്ടാണ് തൃപ്ലവണ്ട മറ്റേ പത്തീശ്വരത്ത്, നാലിശ്ശേരിക്കാവ്, മോക്ഷത്തമ്പലം, കോട്ടയിലമ്പലം, ആങ്കടവത്ത്, ഇതൊക്കെ പ്ലാപ്പറ്റയിലുള്ള അമ്പലങ്ങളാണ്. ഈ അമ്പലങ്ങളിലൊക്കെ ഞാനാണ് ആദ്യം തുടങ്ങി വെച്ചത് ഈ രാമായണമായ. അതും ഒരു 10-25 കൊല്ലം മുമ്പേ. തിരുവില്ലാമല ക്ഷേത്രത്തില് തുടങ്ങി വെച്ചത് ഞാനാണ്. അതൊരു 50 കൊല്ലം മുമ്പെയാണ്. 50 കൊല്ലമായിട്ടുണ്ട് അത് തുടങ്ങി വെച്ചിട്ട്. തിരുവില്ലാമല അമ്പലത്തില് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. രാമരാമ വായിക്കും ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്നതിന് ശേഷമാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് രാമരാമ ഭാഗ്യമാവി എന്നുള്ളത് റെക്കോർഡ് വെച്ചിരുന്നു അവര്. അത് 2 വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 വരി തുടർച്ചയായിട്ട് ഞാൻ അതിന്റെ ഭാഗങ്ങൾ എഴുതിയിട്ട് ഒരു കവിത പോലെ ഉണ്ടാക്കിയിട്ട് ഒരു 10 രാമായണത്തിന്റെ സാരാംശം അടങ്ങിയിട്ടുള്ള ഒരു കീർത്തനം കൂടി പാടി അവരൊരു എനിക്ക് പ്രസന്റേഷൻ തരുകയൊക്കെ ചെയ്തു. ആ രാമായണം അവസാനിക്കുമ്പോ രാമരാമ പാഹിമാമി എന്നുള്ളൊരു കീർത്തനം ഞാൻ സ്വന്തം എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അല്പം 2 വരി പാടാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, ദശരഥനോ പുത്രനായി കൗസല്യാത്മജനുമായി അവതരിച്ച പുണ്യകീർത്തി രാമ രാമ പാഹി മാം, യോഗിമാരുമായി ചെന്നു യാഗരക്ഷ ചെയ്തു പിന്നെ വെല്ലൊടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം, ക്രുദ്ധനായ പരശുരാമൻ തന്റെ ഗർവവുമടക്കി പ്രീതി കൊണ്ടനുഗ്രഹിച്ച രാമ രാമ പാഹി മാം, താതൻ തന്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാടുപുക്ക രാമ രാമ പാഹി മാം, ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹി മാം, പക്ഷിയം ജടായുവിന്നോ മോക്ഷവും കൊടുത്തുടൻ ശബരിതന്റെ ആശ്രമത്തിൽ ചെന്ന രാമ പാഹി മാം, സുഗ്രീവനെ ചെന്നു കണ്ടു സഖ്യവും കഴിച്ചുടൻ ബാലിയെ വധവും ചെയ്ത രാമ രാമ പാഹി മാം. എനിക്ക് 2 പെൺമക്കളാണ്, കുട്ടികള്. അവരും കൂടി ഞാൻ ഈ രാമായണം വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് വായിക്കും. പല സ്ഥലങ്ങളിലും സെക്കൻഡും ഫസ്റ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അവരുടെ താഴെയുള്ള കുട്ടികൾ, അവരുടെ 2 കുട്ടികളുണ്ട്. അവർ രണ്ടാലും വായിക്കും. ചെറിയ ആളുടെ മകളുടെ 1 കുട്ടിയുള്ളൂ. അത് പിന്നെ വലിയാത്തത് കൊണ്ട് കൂടുതൽ രാമായണം പഠിക്കാൻ പറ്റുന്നില്ല. ഇവർ നന്നായിട്ട് 2 മക്കളും നന്നായിട്ട് വായിക്കും. എന്റെ പെങ്ങളുടെ ഒരു മകനുണ്ട്, ബാലകൃഷ്ണൻ പറയും. അയാൾ ആദ്യം നേവിയിലായിരുന്നു, പിന്നെ ഒരു കമ്പനിയിലായി, ഇപ്പൊ റിട്ടയർഡായിട്ട് വിട്ടിരിക്കുകയാണ്. അയാളും രാമായണം നന്നായിട്ട് വായിക്കും.
നെല്ലൂർ. പിന്നെ ചെറിയ മകളുടെ ഭർത്താവ് ഗിരീഷ്, ആ ഗിരീഷും വായിക്കും, മകളും വായിക്കും, മകന്റെ കുട്ടികളും വായിക്കും. ഈ കർക്കിടക മാസത്തില് വായന തുടങ്ങാനുള്ള കാരണം അവർക്ക് അന്ന് ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയായിട്ട് കിടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു മാസം ഭയങ്കര വിഷമത്തിലാണ് ജനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊന്നും ഒന്ന് നിവാരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് രാമായണം വായിക്കുന്ന എന്നൊരു സമ്പ്രദായം ഉണ്ടാക്കി തീർത്തതെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ പുരാണങ്ങള് വായിക്കുമ്പോ മനസ്സിനൊരു ഉഷാറ് തനിയെ ഇങ്ങോട്ട് വരും, മനസ്സിനൊരു സന്തോഷം. അത് എത്രത്തെ പറയാൻ പാടില്ല, ഭക്തിയുടെ അനുസരിച്ചിരിക്കും. വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ഭക്തിയുടെ ഭാവം കൊടുത്തിട്ടുള്ള ഭാവങ്ങളുണ്ട്. അത് വായിക്കുമ്പോൾ പ്രത്യേകം ഒരു ഉന്മേഷമോ എന്തോ ഉണ്ടാവും. ഇപ്പോഴുള്ള ഈ കുട്ടികൾ ഉണ്ടല്ലോ, കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ, എല്ലാവരും തന്നെ ഈ പുരാണങ്ങൾ വായിച്ച് അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ രാമായണവും പുരാണങ്ങളും ഒക്കെ വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. 2000 വേർപിരിഞ്ഞു പോയ പ്രിയ ഭാര്യ ശോഭനകുമാരിയുടെ ഓർമ്മകളും താൻ നെഞ്ചിലേറ്റിയ രാമായണ മഹാത്മ്യവും മക്കൾക്കും പേരക്കുട്ടികൾക്കും പകർന്നു നൽകാൻ അദ്ദേഹം മറന്നിട്ടില്ല. അധ്യാപികയായ മൂത്തമകൾ സീതയും, മക്കൾ നവനീത് കൃഷ്ണൻ, നവദീപ് കൃഷ്ണൻ, അധ്യാപികയായ രണ്ടാമത്തെ മകൾ സതിയും, ഭർത്താവ് ഗിരീഷും, മകൻ അനിരുദ്ധും, അനിയൻ ശങ്കരൻ നായരും ഉൾപ്പെടുന്ന കുടുംബത്തിന് ജീവിക്കുന്ന വഴികാട്ടിയാണ് ഈ കാരണവർ. വായന നൽകുന്ന വെളിച്ചവും ഭക്തി നൽകുന്ന മനഃശാന്തിയുമാണ് തന്റെ ഉന്മേഷത്തിന് കാരണമെന്ന് പുഞ്ചിരിയോടെ പറയുന്ന ശ്രീ പൊൻപുലാവിൽ ഗോപാലൻ നായർ ഏവർക്കും പ്രചോദനത്തിന്റെ വലിയൊരു പ്രകാശഗോപുരമാണ്.